ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് കുടുംബത്തെ നഷ്ടപ്പെട്ട ചൂരൽമലയിലെ ശ്രുതി ഇന്ന് സർക്കാർ ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. 11:30 മണിയോടെ കളക്ടറേറ്റിലെത്തിയാണ് റവന്യൂ വകുപ്പിൽ ക്ലർക്കായി ചുമതലയേറ്റത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ഇനിയിപ്പോൾ എടുത്തു പറയേണ്ടത് എന്താണെന്നറിയില്ല. കൂടെ അവരില്ല, കാണുന്നില്ലല്ലോ, അതിൻ്റെ ഒരു സങ്കടമുണ്ട്. പക്ഷേ എൻ്റെ ജീവിതം സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കും. ആരെന്ത് പറഞ്ഞാലും ഞാനിങ്ങനെ ആയിരിക്കും. വയനാട്ടിൽ നിന്ന് രതീഷ് വാസുവിനുണ്ട്. രതീഷ്, ഈ ഉരുൾപൊട്ടൽ ദുരന്തം ശ്രുതിയെ ഒറ്റപ്പെടുത്തിയത് എത്രത്തോളമാണെന്നുള്ളത് നമുക്കറിയാം. ശ്രുതിയുടെ ഒരു അതിജീവനം തന്നെയാണ് നമുക്കെല്ലാം ഉള്ളൊരു വലിയ പാഠവും. പക്ഷേ ഇന്ന് ശ്രുതി വളരെ സന്തോഷവതിയാണ്. അത് കാണുമ്പോൾ നമുക്കും അതിയായ സന്തോഷം, അല്ലേ? തീർച്ചയായും സതുലക്ഷ്മി, ഈ യുവതിയെ ഇങ്ങനെ വലിയ ദുരന്തത്തിലും വലിയ വിഷമത്തിലും ഒക്കെ ഒറ്റപ്പെട്ടു പോയ ആ യുവതിയെ കേരള സമൂഹം അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരൊക്കെ എങ്ങനെയാണ് ചേർത്ത് പിടിച്ചത് എന്നതാണ് നമ്മുടെ മുന്നിൽ കണ്ടത്. ശ്രുതി ഇന്ന് വയനാട് കളക്ടറേറ്റിൽ LD ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു. തപാൽ സെക്ഷനിലാണ്, റവന്യൂ വകുപ്പിലെ തപാൽ സെക്ഷനിലാണ് ഇപ്പോൾ ക്ലർക്കായി ജോലിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. 11:30യോടെയാണ് ADM T ദേവകിയുടെ മുൻപാകെ ഇവർ ഒപ്പിട്ട് ജോലിയിൽ പ്രവേശിച്ചത്. വലിയ സന്തോഷമുണ്ട്. എല്ലാവരോടും നന്ദി പറയുന്നു. തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോടും തന്നെ ചേർത്ത് നിർത്തിയവരോടും ഒരുപാട് നന്ദിയുണ്ടെന്നും ശ്രുതി പറയുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത്തരത്തിൽ ഉടയവർ നഷ്ടപ്പെട്ട് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു നിന്ന യുവതിയെ ആ സമയത്ത് ചേർത്ത് നിർത്തിയ കേരളീയരുടെ, മലയാളികളുടെ, സംസ്ഥാന സർക്കാരിൻ്റെ ഒക്കെ വലിയ പ്രയത്നത്തിൻ്റെ ഫലമാണ്. ആ ചേർത്ത് നിർത്തൽ വലിയ ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ ശ്രുതി ഉണ്ടാവും എന്നുകൂടിയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പറയാവുന്നത്. എന്തായാലും വലിയ സന്തോഷത്തിലാണ് ശ്രുതിയെ സ്നേഹിക്കുന്ന അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം. ഇന്ന് മുതൽ ശ്രുതി സർക്കാർ സർവീസിൽ ക്ലർക്കായി വയനാട് ജില്ലയിൽ പ്രവർത്തിക്കും. എന്തായാലും ഈ ഇത്തരത്തിൽ ഈ കടപ്പാടൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടാണ് ശ്രുതി ഇറങ്ങുന്നത്. ശ്രുതിയുടെ പരിക്ക് ഭേദമായിട്ടില്ലെങ്കിൽ കൂടി അത്തരത്തിൽ ഇടവിട്ട് ഓഫീസിലെത്താനുള്ള സംവിധാനമുണ്ട്. അത്തരത്തിൽ പ്രവർത്തിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ സന്തോഷമുള്ള ഒരു കാര്യം കൂടെ ഈ ദുരന്താനന്തരം ഉണ്ടാവുന്നു എന്നത് വലിയ പ്രതീക്ഷയാണ്. പുനരധിവാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ വലിയ പ്രതീക്ഷയോടെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന സർക്കാരിന്റെ ഒരു സൂചന കൂടിയാണ് ഇതെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. തീർച്ചയായും ശരി രതീഷ്, വളരെ സന്തോഷകരമായ ഒരു കാഴ്ച തന്നെയാണ്. ശ്രുതി വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു, ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു. പിന്നെ ശ്രുതി എല്ലാവരോടും നന്ദി പറയുമ്പോഴും ശ്രുതിക്കുള്ള ആകെ ഒരു വിഷമം എന്ന് പറയുന്നത് തൻ്റെ ഉറ്റവരാരും ഒപ്പമില്ല എന്നുള്ളതാണ്. അവരാരും ഈ ഒരു സന്തോഷം കാണാൻ കൂടെ ഇല്ല എന്നുള്ളതാണ് ശ്രുതിയെ ഇപ്പോഴും അലട്ടുന്ന വേദന. ഇപ്പോഴെന്നല്ല, അതിനി എല്ലാ കാലവും ശ്രുതിയെ ആ ഒരു വേദന ശ്രുതിക്കുള്ളിൽ ഉണ്ടാകും. അതങ്ങനെയാണ്, മനുഷ്യ ജീവിതം അങ്ങനെയാണ്. പക്ഷേ എങ്കിലും നമ്മളൊക്കെ വിശ്വസിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോയാലും നമ്മുടെ പ്രിയപ്പെട്ടവർ എവിടെയോ ഇരുന്ന് നമ്മളെയൊക്കെ കാണുന്നുണ്ടെന്നാണ് നമ്മളുടെയൊക്കെ ഒരു വിശ്വാസം. അങ്ങനെയെങ്കിൽ ഇന്ന് അവർക്കൊക്കെ വളരെ സന്തോഷമുള്ള ദിവസമായിരിക്കും. ശ്രുതിയുടെ ഈ ഒരു സന്തോഷം അവരെയും ഒരുപാട് സന്തോഷം നൽകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ശ്രുതിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് ന്യൂസ് മലയാളവും.